തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 13-ാം വാക്യം. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കുന്ന സർവശക്തനായ ദൈവം തൻ്റെ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ നിന്ദിക്കുന്നവർക്കുള്ള ശിക്ഷയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള അനുഗ്രഹവും പ്രഖ്യാപിക്കുന്ന അധ്യായമാണ് യെശയ്യാ പ്രവചനം 66-ാം അധ്യായം. ദൈവത്തെ സ്നേഹിക്കുന്നവരെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുമെന്നാണ് പ്രഖ്യാപനം. നിങ്ങൾക്ക് കുടിപ്പാൻ നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നൽകും. നിങ്ങളെ പാർശ്വങ്ങളിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിരുത്തി ലാളിക്കുകയും ചെയ്യും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. എത്ര വലിയ ആശ്വാസത്തിന്റെ സന്ദേശമാണ് ഇവിടെ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നത്. അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അഥവാ സാമീപ്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ലഭിക്കുന്നത് പോലെ ആശ്വാസവും പ്രത്യാശയും ധൈര്യവും സമാധാനവും സന്തോഷവും ഒന്നും മറ്റൊരിടത്തു നിന്നും ആർക്കും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അമ്മയെ താരതമ്യപ്പെടുത്തി യഹോവ ആശ്വാസത്തെക്കുറിച്ച് തൻ്റെ ജനത്തിന് ഉറപ്പ് നൽകുന്നത്. മനസ്സിന് വേദനയും പ്രയാസവും നിരാശയും ഒക്കെ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ആശ്വാസമാണ് മനുഷ്യന് ആവശ്യം. ആ ആശ്വാസം നൽകുവാൻ ലോകത്തിൽ ഏറ്റവും കഴിവുള്ള വ്യക്തി അമ്മയാണ്. അമ്മയുടെ ഒരു സ്വാന്തന വാക്കും തലോടലും അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ കരുത്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏത് വലിയ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിയായിരുന്നാലും അമ്മയുടെ മുൻപിൽ എത്തുമ്പോൾ അവൻ ശിശുവാണ്. ശൈശവത്തിൽ അമ്മ നൽകിയ അതേ പരിചരണത്തോടും വാത്സല്യത്തോടും അമ്മ അവരെ ചേർത്ത് നിർത്തി താലോലിക്കുമ്പോൾ തങ്ങളുടെ ജീവിതയാത്രയിലെ എല്ലാ കടുത്ത വൈഷമ്യങ്ങളെയും അവർ മറന്ന് ആ മടിത്തട്ടിൽ ആശ്വാസത്തിന്റെ ചുടുനെടുവേർപ്പുകളിലൂടെ സമാധാനം അനുഭവിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തി അവന്റെ അമ്മയാണല്ലോ. കാരണം അവനാദ്യം കണ്ട മുഖം അമ്മയുടെ മുഖമാണ്. അവനാദ്യം ഭക്ഷിച്ച ഭക്ഷണം അമ്മയുടെ മുലപ്പാലാണ്. അവനാദ്യം സംസാരിച്ച വാക്ക് അമ്മ എന്നാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ക്ഷമ പഠിക്കുന്നത്, സ്നേഹം പഠിക്കുന്നത് എല്ലാം അമ്മയിൽ നിന്നാണ്. എത്ര ചവിട്ടിയും കടിച്ചും തൊഴിച്ചും ശരീരത്തെ മലമൂത്ര വിസർജനം പോലും ചെയ്തും അമ്മയെ ഉപദ്രവിച്ചാണ് ഓരോ കുഞ്ഞും വളരുന്നത്. എന്നിരുന്നാലും യാതൊരു പരിഭവമില്ലാതെ പിണക്കവുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് താരാട്ടുപാടി അമ്മ കുഞ്ഞിനെ ഉറക്കുന്നു. എത്രയെത്ര രാത്രികൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അമ്മ ഉറക്കമില്ലാതെ ഉണർന്നിരുന്ന് അവനെ പരിചരിച്ചിരിക്കുന്നു. ഒന്നിനും കണക്ക് പറയാതെ വിലയിടാതെ സ്നേഹിച്ചവളാണ് അമ്മ. ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ 9 മാസം അമ്മ സഹിക്കുന്ന സഹനത്തെക്കാൾ വലിയ സഹനം ഈ ലോകത്തിലില്ല എന്നത് ഒരു സാർവത്രിക യാഥാർത്ഥ്യമാണല്ലോ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിങ്ടൺ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ അമ്മയിൽ നിന്ന് മാത്രമാണ്. എൻ്റെ ബൗദ്ധികവും ധാർമ്മികവും ഭൗതികവുമായ എല്ലാ ഉയർച്ചയ്ക്കും ഞാൻ എൻ്റെ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ കരിപ്പിടിപ്പിക്കുന്നതിൽ 90% പങ്കും അമ്മയുടേതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയും. അമ്മയെ മാലാഖ എന്നാണ് എബ്രഹാം ലിങ്കൺ വിളിച്ചിരിക്കുന്നത്. എത്രമാത്രം യാഥാർത്ഥ്യമായിരിക്കുന്നു ആ സംബോധന. ഒരു കൊച്ചു കുഞ്ഞിനെ ദൈവരൂപിയായി രൂപപ്പെടുത്തി വളർത്തിക്കൊണ്ട് വരുന്നതിൽ ദൈവം ഭൂമിയിൽ നിയമിച്ചിരിക്കുന്ന മാലാഖമാരാണ് അമ്മമാർ. എല്ലായിടത്തും എപ്പോഴും എത്തിച്ചേരുവാൻ ദൈവം തൻ്റെ പകരക്കാരായിട്ടാണ് അമ്മമാരെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ല് നിലവിലുണ്ട്. ദൈവത്തിൻ്റെ പകരക്കാരായി ദൈവത്തിന് വേണ്ടി ദൈവത്തെ പോലെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വരുന്നവരാണ് അമ്മമാർ. അപ്പന്മാരെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടല്ല ഇവിടെ ഈ അമ്മ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പന്മാർ പലപ്പോഴും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഉള്ളിൽ ഒതുക്കുകയും പ്രകടിപ്പിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നവരാണ്. എങ്കിലും തങ്ങളുടെ മക്കൾക്ക് ഒരു കുറവും വരാതെ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതിൽ ബദ്ധശ്രദ്ധരാണ് അപ്പന്മാരും. കരുണയുടെ വിഷയം വരുമ്പോൾ യഹോവ തന്നെ അരുളി ചെയ്യുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്നാണല്ലോ. സങ്കീർത്തനം 103:13. അപ്പന്മാരുടെ സ്നേഹവും അതിരില്ലാത്ത സ്നേഹം തന്നെയാണ്. ഉടയനായ പുത്രന്റെ ഉപമയിൽ അപ്പന്റെ സ്നേഹത്തെയാണല്ലോ ഉയർത്തി പറയുന്നത്. അവിടെ അമ്മയെ നാം കാണുന്നതേയില്ലല്ലോ. വേദപുസ്തകം അപ്പന്മാരുടെ സ്നേഹത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. എങ്കിലും അമ്മയുടെ സ്നേഹം അതിനേക്കാൾ അല്പം കൂടെ ഉയരത്തിലാണ്. അത് ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആർദ്രതയുടെയും കണ്ണുനീരിൻ്റെയും എല്ലാം അംശങ്ങൾ ചാലിച്ച് കൂട്ടിയെടുത്ത
ഒരു അലൗകിക ദിവ്യ ഔഷധമാണ്. ഈ ഔഷധം അനുഭവിച്ചറിയുന്നവർ ആസ്വദിക്കുന്നത് ആ ഔഷധത്തിന്റെ സൗഖ്യവും ആശ്വാസവുമാണ്. സർവ്വലോകത്തിന്റെയും മാതാവായ വിശുദ്ധ കന്യാമർത്ത മറിയാം അമ്മയുടെ ഓർമ്മ പെരുന്നാളിലേക്ക് സഭ പ്രാർത്ഥനയോടും നോമ്പോടും കൂടെ അടുത്തു വരുന്ന ദിവസങ്ങളാണല്ലോ ഇത്. അമ്മമാരുടെ അമ്മയായ വിശുദ്ധ കന്യമറിയാമിന്റെ അടുക്കൽ എത്തിച്ചേരുന്നവർക്കും ആ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നവർക്കും ലഭിക്കുന്നതും ഇതേ സൗഖ്യവും ആശ്വാസവുമാണ്. ആത്മസമാധാനത്തിന്റെയും രോഗസൗഖ്യത്തിന്റെയും പ്രശ്ന പരിഹാരങ്ങളുടെയും വലിയ ശക്തി ആ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞ് ഒഴുകുകയാണ്. ആ ശക്തി സമൃദ്ധിയായി അനുഭവിക്കുവാൻ ആ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.